അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മരിക്കാത്ത പ്രവാചകൻ ഖിളിർ നബിയെക്കുറിച്ച് നിഗൂഢതയും അത്ഭുതവും നിറഞ്ഞ മനോഹരമായൊരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന പച്ചപ്പുള്ള മനുഷ്യൻ. മരണമെന്നത് അനിവാര്യമായൊരു സത്യമായി ഓരോ ജീവജാലത്തിനും മുന്നിൽ നിൽക്കുമ്പോൾ ആ സത്യത്തെ സ്വന്തം ജീവിതം കൊണ്ട് തോൽപ്പിച്ച, അല്ലെങ്കിൽ പ്രപഞ്ചനാഥൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ മരണത്തെ അതിജീവിച്ച ഒരേയൊരു മനുഷ്യനെക്കുറിച്ചുള്ള ചിന്ത എത്രമാത്രം അത്ഭുതകരമാണ്. കാലചക്രത്തിൻ്റെ ഭ്രമണങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകൾ മാറിമറിഞ്ഞിട്ടും സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തിട്ടും ഇന്നും ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ, ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് ജീവനോടെ ഇരിക്കുന്ന ആ മഹാവിസ്മയമാണ് ഖിളിർ നബി അലൈഹിസ്സലാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹരിതവർണ്ണത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇരുന്നിടത്തെല്ലാം ഉണങ്ങിയ മണ്ണിൽ നിന്നുപോലും പുൽനാമ്പുകൾ കിളിർത്തു വരുമെന്നത് വലിയ ഒരു അത്ഭുതകരമായ കഥയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ജീവൻ്റെ തന്നെ പ്രതീകമാണെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എവിടെയാണ് അദ്ദേഹം? ആരാണ് അദ്ദേഹം? പ്രവാചകനാണോ, അതോ വലിയാണോ, അതോ മാലാഖയാണോ എന്നെല്ലാമുള്ള തർക്കങ്ങൾക്കപ്പുറത്തും അള്ളാഹുവിൻ്റെ ദിവ്യജ്ഞാനം ലഭിച്ച പരമരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനായി അദ്ദേഹം ഇന്നും അദൃശ്യനായി സഞ്ചരിക്കുന്നു എന്നത് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ഒരേ സമയം ഭയവും ആകാംക്ഷയും നിറക്കുന്നതാണ്. ഇരുൾ നിറഞ്ഞ ലോകത്തിൻ്റെ അങ്ങേ തലക്കൽ മനുഷ്യരാരും കടന്നു ചെന്നിട്ടില്ലാത്ത നിഗൂഢമായ ഗുഹകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മാ ഉൽ ഹയാത്ത് അഥവാ ജീവജലം തേടിപ്പോയ ആ പുരാതന യാത്രയിൽ നിന്നാണ് ഈ നിഗൂഢതയുടെ തുടക്കം. അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും ലഭിക്കാതെ പോയ ആ അമൃത് ഖിളിർ നബിക്ക് വേണ്ടി കാലം കാത്തുവച്ചു. ആ ജലം കുടിച്ച നിമിഷം മുതൽ സമയം അദ്ദേഹത്തിന് മുന്നിൽ സ്തംഭിച്ചുപോയി. നരബാധിക്കാത്ത, വാർദ്ധക്യം തൊടാത്ത, ക്ഷീണമില്ലാത്ത അനശ്വരതയിലേക്ക് അദ്ദേഹം നടന്നുകയറി. ചിന്തിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷങ്ങളായി മാറുന്ന ലോകത്തെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബിയുടെ അത്ഭുതങ്ങളും ഈസാ നബിയുടെ ത്യാഗവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വവും നേരിൽ കണ്ട സാക്ഷിയാണ്. ചരിത്ര പുസ്തകത്താളുകളിൽ വായിക്കുന്ന നമ്മെപ്പോലെയല്ല, മറിച്ച് ചരിത്രത്തിലൂടെ നടന്നു നീങ്ങിയ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സഞ്ചാരി. മൂസാ നബിയുമായുള്ള ആ കൂടിക്കാഴ്ച തന്നെ എത്ര വിചിത്രവും നിഗൂഢവുമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അറിവിൻ്റെ സമുദ്രം തേടി വന്ന മൂസാ നബിക്ക് മുന്നിൽ ഖിളിർ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തത് സാധാരണ മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു. പാവപ്പെട്ടവൻ്റെ കപ്പലിൽ ദ്വാരമുണ്ടാക്കുന്നതും, നിഷ്കളങ്കനായ ബാലനെ വധിക്കുന്നതും, തകർന്നു വീഴാറായ മതിലിനെ പ്രതിഫലമില്ലാതെ നേരെയാക്കുന്നതും കാണുമ്പോൾ ബാഹ്യദൃഷ്ടി കൊണ്ട് മാത്രം ലോകത്തെ കാണുന്ന നമുക്ക് അത് ക്രൂരതയോ വിഡ്ഢിത്തമോ ആയി തോന്നാം. എന്നാൽ ഭാവിയുടെ തിരശ്ശീല നീക്കി കാര്യങ്ങളെ കാണാൻ കഴിവുള്ള ഖിളിർ നബി അലൈഹിസ്സലാം ആ കപ്പലിനെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നുവെന്നും, ആ ബാലൻ ഭാവിയിൽ മാതാപിതാക്കൾക്ക് ശാപമാകുമെന്നും, ആ മതിലിനടിയിൽ അനാഥരായ കുട്ടികൾക്കുള്ള നിധി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുമ്പോൾ നാം സ്തംഭിച്ചു പോവുകയാണ്. നമ്മൾ കാണുന്നത് വർത്തമാനത്തെ മാത്രമാണ്. എന്നാൽ ഖിളിർ നബി അലൈഹിസ്സലാം കാണുന്നത് വർത്തമാനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവിയുടെ രഹസ്യങ്ങളെയാണ്. ഈ അറിവ്, ഈ ദീർഘദൃഷ്ടി ഇന്നും അദ്ദേഹം ലോകത്ത് ഉപയോഗിക്കുന്നുണ്ടായില്ലേ? വഴിതെറ്റിപ്പോയ യാത്രക്കാർക്ക് വഴികാട്ടിയായും, കടലിൽ അകപ്പെട്ടവർക്ക് രക്ഷകനായും, നിരാശയുടെ പടുകുഴിയിൽ വീണവർക്ക് പ്രതീക്ഷയുടെ കിരണമായും വേഷം മാറി അദ്ദേഹം നമുക്കിടയിൽ വരുന്നുണ്ടാകാം. ഏറ്റവും ഹൃദയസ്പർശിയായ കാര്യം അദ്ദേഹത്തിൻ്റെ ഏകാന്തതയാണ്. പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞിട്ടും യുഗങ്ങളായി ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ആ വലിയ വിധി. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ മിനായിൽ വെച്ച് ഇല്യാസ് നബിയുമായി അദ്ദേഹം കണ്ടുമുട്ടാറുണ്ടെന്ന് പറയപ്പെടുന്നു. ആ കൂടിക്കാഴ്ചയിൽ അവർ എന്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? കഴിഞ്ഞുപോയ വർഷത്തെക്കുറിച്ചോ, അതോ വരാനിരിക്കുന്ന യുഗങ്ങളെക്കുറിച്ചോ? അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ കാറ്റുപോലും നിശബ്ദമായി കാത്തു നിൽക്കുന്നുണ്ടാകാം. ഓരോ വെള്ളിയാഴ്ചയും പുണ്യസ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കടൽ തീരങ്ങളിൽ, അതുമല്ലെങ്കിൽ ജനത്തിരക്കേറിയ നഗരവീഥികളിൽ ഒരു അപരിചിതൻ്റെ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാകാം. ഒരുപക്ഷെ ദാഹിച്ചു വലഞ്ഞപ്പോൾ നിങ്ങൾക്ക് വെള്ളം തന്ന ആ വൃദ്ധൻ, അല്ലെങ്കിൽ വഴിതെറ്റിയപ്പോൾ നേരായ പാത കാണിച്ചു തന്ന ആ യുവാവ് ഖിളിർ നബി ആയെന്നിരിക്കാം.
വേഷപ്രച്ഛന്നനായി അദ്ദേഹം നമുക്കിടയിൽ ഉണ്ട് എന്ന വിശ്വാസമാണ് ഓരോ അപരിചിതനെയും ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു സുഗന്ധം പോലെയാണ്. കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. പ്രാർത്ഥനകളിൽ മുഴുകി നിൽക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ നിറയുന്നൊരു സമാധാനം, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അത്ഭുതകരമായി ലഭിക്കുന്ന ഒരു പരിഹാരം, ഇതിലൊക്കെ ഖിളിർ നബിയുടെ അദൃശ്യമായ കരങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. കടലിൻ്റെ ആഴങ്ങളിൽ നിന്നും ഉയരുന്ന കാറ്റിന് അദ്ദേഹത്തിൻ്റെ കഥകൾ പറയാനുണ്ടാകും. അലയടിക്കുന്ന തിരമാലകൾ അദ്ദേഹത്തിൻ്റെ കാലപ്പഴക്കമില്ലാത്ത പാദസ്പർശമേൽക്കാൻ വെമ്പുന്നുണ്ടാകാം. മനുഷ്യൻ്റെ യുക്തിക്ക് പിടികൊടുക്കാത്ത ഈ അത്ഭുത പ്രതിഭാസം അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയുടെ തെളിവാണ്. മരണമെന്നത് കേവലം ഒരു വാതിൽ മാത്രമാണെന്നും അള്ളാഹു വിചാരിച്ചാൽ ആ വാതിലടച്ചിട്ട് ഒരു മനുഷ്യന് യുഗങ്ങളോളം ജീവിക്കാനാവുമെന്നും ഖിളിർ നബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു തണുപ്പാണ്, വല്ലാത്തൊരു പച്ചപ്പാണ്. അത് പ്രതീക്ഷയുടെ നിറമാണ്. ലോകം മുഴുവൻ നശിച്ചാലും അന്ത്യനാൾ അടുക്കുമ്പോൾ ഖുർആൻ ഉയർത്തപ്പെടുന്നത് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്നത് വലിയൊരു വിശ്വാസമാണ്. കാലത്തിൻ്റെ അന്ത്യം വരെ നീളുന്ന ഒരു മഹായാത്രയുടെ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ആ നിഗൂഢമായ കണ്ണുകളിൽ നോക്കാൻ, ആ കൈകളിൽ ഒന്ന് സ്പർശിക്കാൻ, ആ സാന്നിധ്യം ഒരൊറ്റ നിമിഷമെങ്കിലും അനുഭവിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവുകയില്ല. പക്ഷേ അർഹതപ്പെട്ടവർക്ക് മാത്രം വെളിപ്പെടുന്ന ഒരു രഹസ്യമാണത്. ഒരുപക്ഷേ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടുപിന്നിൽ ഒരു മന്ദഹാസത്തോടെ കാണാമറയത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ടാകാം. പ്രാർത്ഥനകൾ കേൾക്കുന്നവനായി, വഴികാട്ടുന്നവനായി, മരിക്കാത്ത പ്രവാചകനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടെ മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.